പത്തനംതിട്ട റാന്നിയിൽ കൈവേദനയെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ 5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് നേരെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്ലാങ്കമൺ സ്വദേശിയായ ആരോൺ ബി വർഗീസ് വ്യാഴാഴ്ചയാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ഉണ്ട്. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഈ ജനങ്ങളുടെ പ്രതിഷേധം ആശുപത്രിക്കെതിരെ ശക്തമാണല്ലോ, അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? തീർച്ചയായും ഗോപികൃഷ്ണൻ, വലിയ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ, SFI, ബാലസംഘം പ്രവർത്തകർ കടക്കുന്നു. ഈ വിദ്യാർത്ഥി ഒരു ബാലസംഘം പ്രവർത്തകൻ കൂടിയാണ്. ഈ 5 വയസ്സുകാരനായ കുഞ്ഞ് ബാലസംഘത്തിൻ്റെ പരിപാടികളിലൊക്കെ സജീവമാണ് എന്നാണ് അവർ പറയുന്നത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അനസ്തേഷ്യ നൽകിയെന്ന് ആശുപത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായൊരു അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നോ അച്ഛനമ്മമാരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് എന്നതൊക്കെ തന്നെ ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഈ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് അടിയന്തരമായി തന്നെ കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ ഒരു അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഡിവൈഎഫ്ഐയുടെയും CPIഎമ്മിൻ്റെയും ഭാഗത്തു നിന്ന് ഒരു പരാതി പോലീസിന് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ആശുപത്രി മാനേജ്മെൻറ്റ് ഇപ്പോഴും പക്ഷേ ഇത് ന്യായീകരിക്കുകയാണ്. അവർ പറയുന്നത് കാര്യമായ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല, ചെറിയ തോതിലുള്ള അനസ്തേഷ്യയാണ് നൽകിയത്, കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയതാണ് മരണകാരണം. ആശുപത്രിയിൽ വെച്ച്, അതായത് മർത്തോമ ആശുപത്രിയിൽ വെച്ച് അങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടില്ല. ഉടൻ തന്നെ മറ്റ് മുത്തൂറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. എന്തായാലും മർത്തോമ ആശുപത്രി ചികിത്സാ പിഴവില്ല എന്ന് പറയുമ്പോഴും ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നിർണായകമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രകടനത്തിന് ശേഷം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ സംഘർഷത്തിൽ ഒരു ASIക്കും ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഘർഷത്തിനിടെ വീണാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുള്ളത്. ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലടക്കം വലിയ സംഘം ഇപ്പോൾ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.